ബാല്യകാല സുഹൃത്തും കൂടെ പഠിച്ചു വളർന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സുമിത്ര എന്ന് പറയുന്നത്. സുമിത്രയും സേതുവായിട്ട് സ്നേഹത്തിലാണ്. പക്ഷെ അവരുടെ സ്നേഹമാണെന്ന് ഒരിക്കൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ട് തുറന്ന് സമ്മതിച്ചിട്ടില്ല. അല്ലാത്ത രീതിയിൽ അവര് ഒന്നിച്ച് ജീവിക്കുകയാണ്. നല്ല സുഹൃത്തുക്കളായിട്ട് തന്നെ മുന്നോട്ട് പോകണം. അവര് ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിലൊക്കെ വരുന്നുണ്ട്. അങ്ങനെ സേതുവിന്റെ ആ ഒരു സ്കൂളിലേക്ക് കഴിഞ്ഞ് കോളേജിലേക്ക് ജോയിൻ ചെയ്യാൻ പോകും. അപ്പൊ സേതുവും സുമിത്രയായിട്ട് തമ്മിലൊരു ഗ്യാപ്പൊക്കെ വരുന്നു. അവർ തമ്മിൽ തീരെ കാണുന്നില്ല. സേതു പഠനത്തിലാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം ഗ്രാമാന്തരീക്ഷത്തിൽ നിന്ന് നഗരത്തിലേക്ക് കഥ മാറുന്നുണ്ട്. ഗ്രാമത്തിലെ പോലെയല്ല, കുറച്ചുകൂടെ പോഷായിട്ടുള്ള ഒരു ലൈഫൊക്കെ അവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ സേതു ഒരു സമയത്ത് സേതു തിരിച്ചു വരുമ്പോൾ സേതു കേൾക്കുന്നത് സുമിത്ര സേതുവിന്റെ അമ്മാവനായിട്ട് കല്യാണം ആലോചിക്കുന്നു എന്ന് കേൾക്കുകയാണ്. അപ്പം സേതുവിന് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വരും. സുമിത്രയോട് അറിയാനാവാത്ത ദേഷ്യം വരും. സുമിത്രയുടെ ഭാഗം കേൾക്കണം. സുമിത്ര എന്താ പറയാനുള്ളതെന്നോ സേതു തരുന്നില്ല. സേതു ദേഷ്യം വന്നിട്ട് സേതു സുമിത്രയായിട്ടുള്ള ബന്ധം അവിടെ കട്ട് ചെയ്യാണ്. എന്നിട്ട് സേതു അവിടെ കോളേജിൽ കാണുന്ന വേറെ കുട്ടിയോട് സേതുവിനൊരു ഇഷ്ടമൊക്കെ തോന്നുന്നു. അങ്ങനെ സേതു ആ കുട്ടിയായിട്ട് അടുക്കുകയാണ് ചെയ്യുന്നത്. ആ കുട്ടിയാണ് തങ്കമണി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ. പക്ഷേ സേതുവിന് മനസ്സിലുള്ള സുമിത്രയാണ്. സേതു തങ്കമണിയോട് സ്നേഹം കിട്ടിക്കൊടുക്കും. ഒരു പീരീഡില് സേതു കോളേജിൽ കഴിഞ്ഞ സേതു ഒരു ജോലിക്ക് പോയി. അവിടെ ആണെങ്കിൽ കുറച്ച് അവരുടെ റൂൾസുമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റാതെ സേതു അവിടുന്ന് മാറാനായിട്ട്. അപ്പോൾ ഈ രണ്ട് സ്ത്രീകളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സേതുവിന്റെ ലൈഫിൽ നിന്ന് പോകും. സേതു അവർ രണ്ടുപേരെയും മറന്നു പോവാ ചെയ്യുന്നത്. സേതുവിന്റെ കുറച്ച് എന്താ അയാളൊന്ന് സ്റ്റേബിൾ ആവണം, അല്ലാതെ മറ്റേ അവരോടുള്ള പരിഗണനയൊന്നും ഇല്ലാതെ അവരെ മറന്നു പോയിട്ട് പുള്ളി അങ്ങനെ പോവാ ചെയ്യുന്നത്. എന്നിട്ട് കുറെ നാൾ കഴിഞ്ഞ് ഒരു പ്രൈവറ്റ് ജോലി കിട്ടും, ഒരു റൈറ്ററായി. ആ ജോലി കഴിഞ്ഞ് കുറച്ച് കാശ് സമ്പാദിച്ചിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും തങ്കമണിയെ പോലും അന്വേഷിക്കും. തങ്കമണി കല്യാണം കഴിഞ്ഞ് സെറ്റിൽ ആവും. പിന്നെ സേതു തേടി പോകുന്നത് അയാളുടെ മനസ്സിൽ ഇപ്പോഴുള്ള സുമിത്രയെ തപ്പിയാ പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. സുമിത്രയ്ക്ക് ഈ ഒരു വിഷമം താങ്ങാൻ പറ്റാതെ സുമിത്ര മനോനില തെറ്റിയ ഒരു അവസ്ഥയിൽ ആവുകയാണ് ചെയ്യുന്നത്. സുമിത്രയെ ചെന്ന് കണ്ട് സേതുവിന്റെ മനസ്സിൽ അത്രയും കാലം ഉണ്ടായിരുന്ന ഇഷ്ടം പറയാൻ സേതു ആ ഒരു അവസരം ആണ് ഉപയോഗിക്കുന്നത്. സേതു ഇഷ്ടം പറയുമ്പോൾ സുമിത്ര തിരിച്ചു പറയുന്നത് സേതുവിനെ എപ്പോഴും സേതുവിനെ മാത്രമേ ഇഷ്ടമുള്ളൂ, മറ്റൊരാളെയും സേതു കാണുന്നില്ല. പിന്നെയും സേതു അത് പറയാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും സുമിത്ര ഉച്ചത്തിൽ നാമം ചൊല്ലിക്കൊണ്ട് സേതു പറയുന്നതിനെ ബ്ലോക്ക് ചെയ്യുക സേതു. പക്ഷെ ഓക്കെ, അപ്പം സേതു